അത് നമുക്ക് ആലോചിക്കാം. എടാ, നീ ഇപ്പൊ അവര് തമ്മിൽ എന്താ സംസാരിക്കുന്നത് ശ്രദ്ധിക്ക്. ചെല്ലങ്ങോട്ട്. ഈ നിമിഷം വരെ വീട്ടിൽ ഒരാൾക്കും ഇക്കാര്യം അറിയില്ല അർജുനേട്ടാ. ആരും അറിയാതെ തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എന്റെ ആഗ്രഹം. ആശാനെ, ഇതത് തന്നെയാ. എന്ത്? ആശാനുമായിട്ടുള്ള പ്രേമം ആരും അറിയാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാ ഏട്ടത്തി അർജുനോടിനോട് പറയുന്നേ. അല്ലടാ, അതിപ്പോ ആശാനെ, ഒരു മിനിറ്റ്. ഇപ്പം അർജുനേട്ടൻ മാത്രമേ ഉള്ളൂ എനിക്കൊരു ഹെൽപ്പിന്. ഏട്ടൻ തന്നെ ഇതിനൊരു തീർപ്പുണ്ടാക്കി തരണം. അല്ലെങ്കിൽ എന്റെ ഈ നീക്കത്തിന് ഒരർത്ഥം ഇല്ലാതായിപ്പോ. എടാ, എന്താണ് അവര് പറയുന്നത്? നീ എന്തൊന്നും മിണ്ടാത്തതല്ല, കേക്കുന്നതാ. അതായത് അർജുനാളെ ഇടപെട്ട് നിങ്ങളുടെ രണ്ടാളുടെ കല്യാണം നടത്തണമെന്ന ആ കുട്ടിയുടെ ആവശ്യം. എന്റെ ആശാനെ, വേറെ ആരെയും വിശ്വസിക്കാൻ പറ്റില്ലാന്ന്. അയ്യോടാ, എനിക്കും തോന്നി. അപ്പോ അങ്ങനെ തന്നെയാണല്ലേ സംസാരം? പിന്നല്ലാതെ. ആ കുട്ടി ആശാനെ കൊണ്ട് മലക്കൂ, അത് 100% ഉറപ്പാ. ശാലിനി, ഇതൊന്ന് ഒപ്പിട്ടേക്ക്. എന്നാ പിന്നെ ശരി അർജുനേട്ടാ, കാണാം. എനിക്ക് പോയിട്ടൊരു ആവശ്യമുണ്ട്. ഓക്കെ, ശരി, ഞാൻ വിളിച്ചോളാം. ആശാനെ, ചെല്ലങ്ങോട്ട് ചെല്ല്. വിഷ്ണു, അർജുൻ എന്താ ഇവിടെ? ഞാൻ ഒരു കക്ഷിയായിട്ടുള്ള മീറ്റിങ്ങിന് വന്നതാ. അപ്പോ ഇവിടെ ഇരുന്നിട്ട് പോയത് അർജുന്റെ കക്ഷിയാ? അതെ, ഒരു സൈനിടാനുണ്ടായിരുന്നു. ഓഹോ, ഓ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഓ. വിഷ്ണു ബുദ്ധിമുട്ടില്ലെങ്കിൽ പ്രീതിയോടെ എൻ്റെ അന്വേഷണം പറഞ്ഞേക്കണം. എന്താ ആശാനെ, എന്തു പറ്റി? എടാ, നമ്മൾ വിചാരിച്ച പോലെ നല്ലട കാര്യങ്ങള്. ശാലിനി അർജുന്റെ ഒരു കക്ഷിയാണെന്നാ പറഞ്ഞേ. ആശാനെ, ആശാൻ എന്തിനാ അതിനെ നിരാശപ്പെടുന്നേ? ഈ കേസ് ഏതാണെന്ന് ഇനിയും മനസ്സിലായില്ലല്ലേ? ആശാന്റെയും ശാലിന്റെ ഇടത്തിന്റെയും പ്രേമം തന്നെ. അതൊന്ന് സോൾവ് ആക്കി കൊടുക്കണമെന്ന ശാലിനി ഇടത്തി അർജുനളിനോട് പറഞ്ഞത്. ആയിരിക്കല്ലേ? ആയിരിക്കുന്നല്ല, ആണ്. ആശാൻ ഇതങ്ങ് ഉറപ്പിച്ചോ? നിങ്ങൾ രണ്ടാളും പൊളിക്കും. അല്ല ആശാനെ, പ്രീതിമോളുടെ കാര്യം എന്താ അർജുനളെയും ചോദിച്ചു? എനിക്കങ്ങ് ക്ലിയർ കേൾക്കാൻ പറ്റിയില്ല. അത് അവളോട് അന്വേഷണം അറിയിക്കണമെന്ന്. ആഹാ, എന്നിട്ട് ആശാൻ എന്ത് പറഞ്ഞു? ഞാൻ പറ്റിയെങ്കിൽ അറിയിക്കാന്ന് പറഞ്ഞു. ഈ ആശാനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. എന്താ ആ പോയിന്റ് പിടിച്ചങ്ങ് കേറണമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പരസ്പര സഹായ സഹകരണ സംഘം എന്ന്. എന്നെ കട വണ്ടി നിർത്തിയതല്ലടാ. ഇടാ, അവള് മൊബൈല് നോക്കുക. ചിലപ്പോ അങ്ങനെ സംഭവിക്കും ആശാനെ.
മിണ്ടരുത് നീ. നട അടച്ചിട്ട് പൂജാരി തന്നെ പിടിച്ച് പുറത്താക്കേണ്ടി വരും. നീ പേടിക്കണ്ട, ഒരു കുഴപ്പവും കൂടാതെ അവരിങ്ങി വന്നോളും. ശരി മോളെ. ശരി ചേച്ചി. ആശാനെ പുറകെ പിടിച്ചോ, ഇത് വേറെ സിഗ്നലാ. ഇനി മിണ്ടി നിന്നെ ചവിട്ട് കുടിക്കാൻ ഈ കാട്ടിലേക്ക് ഇടും. കാരണം പതുക്കെ വൈകി അവൻ രക്ഷപ്പെടും മോളെ. നമ്മുടെ ജീവിതം അവൻ തട്ടിപ്പറിച്ചോണ്ട് പോയത്. എങ്ങോട്ടായി പാഞ്ഞു പറക്കി പോകുന്നത്? അത് ഇതെന്താ നിങ്ങളുടെ അമ്മായിയുടെ വീടാണോ? അല്ല സാറേ, ഞങ്ങളുടെ കാശ്. കാശോ? ഏത് കാശ്? ഒരു പരാതി കൊടുക്കണം സാറേ, ഞങ്ങളുടെ കാശ് പിടിച്ചു പറിച്ചോണ്ട് പോയി. ആര്? അതറിയാമെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരുമോ സാറേ? ദയവ് ചെയ്ത് ഇൻസ്പെക്ടർ സാറിനെ ഒന്ന് കാണാൻ. അവരെ കൊണ്ട് വിടോ. എന്താ പ്രശ്നം? ശല്യല്ലേ? സാറേ എന്താ? ഞങ്ങളുടെ കാശ് പിടിച്ചു പറിച്ചോണ്ട് പോയി സാറേ. നിങ്ങളാദ്യം കരച്ചിൽ നിർത്ത്, എന്നിട്ട് സമാധാനത്തോടെ കാര്യം പറയ്. എന്നാലല്ലേ എനിക്കെന്തെങ്കിലും മനസ്സിലാവും. കുട്ടി പറഞ്ഞാലും മതി. എന്താ സംഭവിച്ചത്? ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കാശ് പിടിച്ചു പറിച്ചോണ്ട് പോയി സർ. ഒരു കള്ളൻ ബൈക്കിലാ വന്നത്. എവിടെ വെച്ച്? ഇവിടെ മൈത്രി നഗറില്. ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ. ഈ ഇടയായിട്ട് ഇവിടെ കള്ളന്മാരുടെ ശല്യം കുറച്ച് കൂടുതലാ. അല്ല, പണം എവിടെ സൂക്ഷിച്ചിരുന്നത്? ബാഗിലോ പേഴ്സിലോ? ഒരു ലെതർ ബാഗിലായിരുന്നു സർ. റാസ്കൽ, എന്തൊരു ഊളച്ചായാടോ ഇത്! കരിക്കാടി കലക്കി വെച്ചിരിക്കുന്നോ? എടുത്തിട്ട് പോടോ അവിടുന്ന്. അല്ല, എത്ര ഉണ്ടായിരുന്നു കവറിനുള്ളിൽ? സാറേ 10 ലക്ഷം. 10 ലക്ഷോ? ഇങ്ങോട്ട് വാടാകത്തേക്ക്. നിനക്ക് എന്താ നടക്കാനൊരു മടി? നടക്കടാ ഇങ്ങോട്ട്. അങ്ങോട്ട് മാറിയേക്കടാ. സാർ, ആ ചക്കമോഷണ കേസിലെ പ്രതിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ആഹാ, സെല്ലിക്കേറ്റി തുടങ്ങി വെച്ചോ. ഞാനങ്ങ് വന്നേക്കാം. അയ്യോ സാറേ, കഴിഞ്ഞ 6 മാസമായി ഞാൻ ഈ നാട്ടിലില്ലായിരുന്നു. ഈ പറഞ്ഞ കേസ് ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. മിണ്ടിപ്പോരുത്, പിടിച്ചിട്ട് പോണേവനെ. അയ്യോ സാറേ. ആ, അത് കാര്യാക്കണ്ട. കേറടാ അങ്ങോട്ട്. അയ്യോ, നേരും നെറിയുള്ളവർക്ക് ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. ഇവനൊക്കെ പക്ക ക്രിമിനൽസാ. അങ്ങനെയുള്ളവർക്ക് ഭാഗവതം വായിച്ചു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോ 10 ലക്ഷം രൂപ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചോണ്ട് പോയെന്നാണ് നിങ്ങൾ പറയുന്നത്? അതെ സാറേ, സത്യമാ. നിങ്ങൾക്ക് എന്താ ജോലി? ഞാൻ ഒരു ഹോട്ടൽ നടത്തുക സാറേ. കുടുംബശ്രീ എന്ന ഹോട്ടലിന്റെ പേര്. ഓ, കേട്ടിട്ടുണ്ട്. ശാരദാമ്മയുടെ കുടുംബശ്രീ. നിങ്ങളാണോ ആ ശാരദാമ്മ? അതെ സാറേ. ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിലെ ഫുഡിന് നല്ല ടേസ്റ്റ് ആണെന്നാണല്ലോ പറച്ചില്. ഒരു ദിവസം അവിടെ ഒന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അല്ല, എന്തൊക്കെയാ നിങ്ങളെ സ്പെഷ്യൽ ഐറ്റംസ്? സാറേ, ആ കള്ളൻ രക്ഷപ്പെടുന്നതിന് മുമ്പേ ഒന്ന് അന്വേഷിച്ചെങ്കിൽ. അയ്യോ പറയടാ. തല്ലല്ലേ സാറേ. അയ്യോ, ഒന്ന് അനങ്ങി പെരുമാറണം. താനെന്താ ഉമ്മ വെച്ച് കളിക്കുവാണോ? ഇങ്ങനെയാണോ പ്രതികളെ കൊണ്ട് സത്യം പറയിക്കുന്നത്? പറയടാ സത്യം. എന്റെ പൊതു സാറേ, എന്നെ തല്ലല്ലേ സാറേ. നിനക്കൊന്നും അറിയില്ല അല്ലേ? ആ, അപ്പൊ നമ്മുടെ 10 ലക്ഷത്തിന്റെ കഥ. അല്ല, നിങ്ങൾക്ക് എവിടെ നീട്ടി അത്രയും പണം? അത് സാറേ, എന്റെ ഭർത്താവ് തന്നതാ സാറേ. നിർത്തണം നിന്റെ മോകല്. ഞാൻ അങ്ങോട്ട് പറട്ടെ. സത്യത്തിൽ ഞാൻ കുട്ടിയെ ഫോളോ ചെയ്ത് വന്നതല്ല. പിന്നെ ഞാനതാ ബൈക്കിൽ ഇത് അവിടുന്ന് പിന്നാലെ വരുന്നതിനിടെ കുട്ടിയുടെ ഷാൾ ഇതേ സ്കൂട്ടറിൽ കുരുങ്ങി കിടക്കുന്ന കണ്ടു. സൂക്ഷിച്ചേ.
ഞാൻ അറിഞ്ഞില്ല. ഓ അത് സാരില്ല. പക്ഷേ ഇനി മനസ്സിലുള്ളത് തുറന്നു പറയണം. മനസ്സിലുള്ളതോ? I love you. ഇയാളിത് ഏത് ലോകത്താ? മനസ്സിലുള്ളത് പറയണമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. സോറി. അത്രേ ഉള്ളൂ. പിന്നെ വേറെന്താ? താങ്ക്സ്. ഹലോ, എന്തു പറ്റി? ആ താങ്ക്സിനെ ഒരു സുഖമില്ല, ഒരു ജീവനില്ലാത്ത പോലെ. അങ്ങനെ ശരിയായില്ല. താങ്ക്സ്. തിരിച്ചും താങ്ക്സ് ഉണ്ട് കേട്ടോ. എനിക്കെന്തിനാ താങ്ക്സ്? നമ്മൾ തമ്മില് പലയിടത്ത് വെച്ച് കണ്ടിട്ടുണ്ട് പലതവണ. പക്ഷേ ഇന്ന് ആദ്യമായിട്ടാ ഇയാളുടെ മുഖത്തൊരു ചിരി കാണുന്നത്. ദേഷ്യമല്ല, ചിരി അയാൾക്ക് ഇണങ്ങുന്നേ. എന്നാ ശരി, ഞാൻ പോട്ടെ. പിന്നെ പോട്ടേന്നല്ല, പോയിട്ട് വരട്ടെ എന്ന് ചോദിക്കുമോളെ. അമ്മയായിരിക്കും. അമ്മ വന്നോളും. സാർ ആഹാരം കഴിക്കട്ടോ. ഈ ഭദ്രകാളി കൂടെ എങ്ങനെ ചോദിക്കാനാ ശാരിക എവിടെയാണെന്ന്? ടോപ്പർ. സർ, അല്ല, ഈ ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? ആരാണ് സർ? അമ്മയാണോ? അല്ലല്ല, ഈ ബാക്കിയുള്ളവര്. ഓ, ശാരി ചേച്ചിയാണോ? നീ നിന്റെ ജോലി നോക്കു ശ്യാമേ. മതി. സാറിന്റെ കോളേജിലെ ലെക്ചറർ പോസ്റ്റ് പെർമനന്റ് ആണല്ലോ അല്ലേ? അതെ. എന്താ ചോദിച്ചേ? അല്ല, ഇവിടെ സ്റ്റാഫിനെ വല്ലതും ആവശ്യമുണ്ടോന്ന് അന്വേഷിക്കുന്നതായിട്ട് ഒരു ചെറിയ സംശയം തോന്നുന്നു. ഇതൊരു ചെറിയ കടയാ സാറ്. ഞങ്ങൾ 4 ആൾക്ക് പുറമെ 2 ജോലിക്കാരികൾ ഇപ്പോഴേ ഉണ്ട്. തൽക്കാലം ഇങ്ങോട്ട് പുറത്തു നിന്ന് ആരെയും എടുക്കുന്നില്ല. അല്ല, ഞാനീ അപ്പോ ശാരദ ഒടുവിൽ തോൽക്കാൻ തുടങ്ങി അല്ലേ ഗോപാലേട്ട? അതെ, തോറ്റു തുന്നം പാടും. അവൾ ഇനി ഈ 10 ലക്ഷം രൂപ എവിടെ നിന്നുണ്ടാക്കും? 3 പിള്ളേരെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരൂന്നുള്ള കാര്യം ഉറപ്പാ. അല്ല,
നിനക്കെന്താടാ ഒരു സന്തോഷമില്ലാത്തെ? നീയല്ലേ ഇന്നത്തെ ഹീറോ. ഈ മാസ്റ്റർ പ്ലാൻ എല്ലാം തയ്യാറാക്കിയതും വർക്കൗട്ട് ചെയ്തതും ഒക്കെ നീയല്ലേ. പിന്നെന്താ ഒരു വല്ലായ്മ? അല്ല ചേച്ചി, എവിടെയോ എന്തോ ഒരു കുഴപ്പമുള്ളത് പോലൊരു തോന്നൽ. കുഴപ്പോ? എന്തു കുഴപ്പം? അല്ല, 10 ലക്ഷം രൂപ ശാരദാമ്മയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അവരതിന് പരാതിയുമായി പോലീസ് സ്റ്റേഷനിലും പോയി. അക്കാര്യം അവര് പക്ഷെ എന്താ നമ്മൾ അറിയിക്കാത്തത്? എടാ, അത് പിന്നെ അവള് നല്ലതുപോലെ പേടിച്ചിട്ടുണ്ടാവുന്ന ഉറപ്പല്ലേ? എടാ, നമ്മൾ കൊടുത്ത പണം നഷ്ടപ്പെട്ടത് നമ്മുടെ അടുത്ത് തന്നെ വന്ന് പറയാൻ ആരായാലും ഒന്ന് അറയ്ക്കും. അത്രേ ഉള്ളൂ. അതെന്തോ ആയിക്കോട്ടെ. ഏതായാലും ഇപ്പൊ ശാരദ 10 ലക്ഷം രൂപയുടെ കടക്കാരിയായി. അതാണ് പ്രധാന പോയിന്റ്. ഇനി ആ കാശ് തിരിച്ചു തരാൻ കഴിയാത്തടത്തോളം കാലം കടക്കണ്ണുകൊണ്ടൊന്ന് നോക്കിയാ മതി. ഒഴിഞ്ഞു പോകേണ്ടി വരും അവറ്റകൾക്ക്. എന്താ, ശരിയല്ലേ ബാലചന്ദ്ര? അതെ ചേച്ചി. ആ അതുതന്നെയാ എനിക്കും വേണ്ടത്. ഇനി ആ ശാരദയും മക്കളും എന്റെ ചവിട്ടടിയിൽ കിടക്കും ഉറപ്പാ. ഞാന്താ ഈ പാദമൊന്ന് അമർത്തി ഞെരിച്ചാ മതി. ആ കുടുംബം ഒന്നാകെ ശ്വാസം മുട്ടി മരിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. നല്ല രസമായിരിക്കും. ചവിട്ടി ഞെരിച്ചു കൊല്ലുന്ന സുഖം. നല്ല ചെരുപ്പാണല്ലോ. ഇതാരുടെയാ? ശാലിനി ചേച്ചി വാങ്ങിച്ചോണ്ട് വന്നെയാണോ? കുഞ്ഞേച്ചി, കുഞ്ഞേച്ചി, എന്താടി ഒരു ബോർഡ് എടുത്ത് വെക്കാൻ 10 ആളുടെ ആവശ്യമുണ്ടോ? അതല്ല കുഞ്ഞേച്ചി, ഇത് കണ്ടോ? ഇതെന്ത്? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. ഇവിടെ കിടന്ന് കിട്ടിയതാ. ചേച്ചി വാങ്ങിച്ചോണ്ട് വന്നതാണോ? ഞാനോ? ഇത് നമ്മുടെ ഹോട്ടലിൽ വന്ന ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് മിസ്സായതായിരിക്കും. നല്ല ഭംഗിയുണ്ടല്ലേ ചേച്ചി? ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഡിസൈനും. വല്ലവരുടെയും ചെരുപ്പിന്റെ ഡിസൈൻ എന്തിനാടി നോക്കുന്നത്? ഹാ, ഈ ചേച്ചിക്ക് ഇതെന്താ? വല്ലവരുടെ ചെരുപ്പാണെങ്കിലും അതിന്റെ ഭംഗി നോക്കിക്കൂടെ? അയ്യോ, ഇത് ലൂസാണല്ലോ. ലൂസേ നിന്റെ തലയ്ക്ക. ചെലപ്പോ വല്യേച്ചിക്ക് ഭാഗമായിരിക്കും. വല്യേച്ചി, വല്യേച്ചി, നീ ഇതെന്ത് ഭാവിച്ചാ? എന്താ മോളെ? ഒരു ജോഡി ചെരുപ്പ് നമ്മുടെ ഹോട്ടലിൽ വന്ന ആരുടെയോ കയ്യിൽ നിന്ന് വീണു പോയതാ. അവൾ ഇതിട്ട് കളിക്കുക. അമ്മേ, കഷായം. ഓഹ്, എനിക്കൊന്നും വേണ്ട. തൊണ്ടേന്ന് വെള്ളം ഇറങ്ങൂല. കുടിക്കമ്മേ, വേഗം നമ്പലൊക്കെ മാറും. എന്റെ പൊന്നമ്മയല്ലേ, കുടിക്ക. ആ പണം അച്ഛന്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് പോന്നാ മതിയായിരുന്നല്ലേ? അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു എന്നൊന്നും ചിന്തിച്ച് കാട് കയറിയിട്ട് കാര്യമില്ല മോളെ. ജീവിതത്തിൽ സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. അതൊന്നും തിരുത്താൻ നമ്മളെ കൊണ്ടാവില്ല.
തിരുത്താനല്ല, ചിലതൊക്കെ മനസ്സിൽ നിന്ന് മാച്ചു കളയാനെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ. അതും നടക്കൂല. ഒരു പ്രായമെത്തി ജീവിത പരിചയം കൂടി ആയാൽ പിന്നെ മനസ്സിൽ ആഗ്രഹങ്ങളുമില്ല, നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങളുമില്ല. ജീവിക്കുന്നത് തന്നെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാ. നല്ലതായാലും ചീത്തയായാലും സംഭവിക്കുന്നത് ഒരേ മനസ്സോടെ സ്വീകരിക്കാനുള്ള പാകത വേണം. ആ പണം നിന്റെ അച്ഛന്റെ കയ്യിൽ കൊടുത്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഈ വീടും സ്ഥലവും ഒക്കെ സ്വന്തമാക്കാൻ അദ്ദേഹം വേറൊരു വഴി നോക്കുമായിരുന്നു. അതേ ഉള്ളൂ വ്യത്യാസം. നിങ്ങൾ 3 മക്കളെയും കെട്ടിപ്പിടിച്ച് പെരുവഴിയിലേക്ക് ഇറങ്ങാൻ അമ്മയ്ക്കാവില്ല മക്കളെ. എനിക്ക് ഈ വീട് വേണം തണലായിട്ട്. നിന്റെ കല്യാണം നടത്താൻ നിന്റെ അച്ഛനെയും വേണം. കൈവെള്ളയിലിരിക്കുന്നത് തീയാണെന്നറിയാം, പൊള്ളും. പക്ഷെ കൊണ്ടു നടന്നേ പറ്റൂ. ഈ ചവിട്ട് വെച്ച് ആശാനെ പോലീസ് എടുക്കുമെന്നാ തോന്നുന്നത്. അയ്യോ, പക്ഷെ ഒരു കുഴപ്പമുണ്ടടാ. അതിന്റെ നടുവിനാ മൊത്തം ഇളകിന്നാ തോന്നുന്നത്. അതല്ല, ഹോട്ടലിലാണെങ്കിൽ നമുക്ക് എപ്പ ചെന്നാലും ശാലിനിയെ കാണാം. ഭക്ഷണം കഴിക്കാൻ ചെന്നാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മനസ്സിലായ? ഇതിപ്പോ രാത്രി ഇത്രയായില്ലേ? അവരെല്ലാം ഹോട്ടൽ അടച്ചപ്പോ വീട്ടിൽ പോയിട്ടുണ്ടാവും. ഈ അസമയത്ത് എങ്ങനെയാണോ ഒരു ചെറുപ്പക്കാരൻ 4 പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക് പോയി കയറി ചെല്ലുക? എന്തിനാ വന്നേന്ന് വെച്ചാൽ എന്ത് സമാധാനം പറയും? നീ ഒന്ന് പറഞ്ഞേ. ഞാൻ എന്ത് പറയാനാ? അതിന് വേറൊരു ഐഡിയ എന്റെ കയ്യിൽ ഉണ്ടെങ്കിലോ? സാമദ്രോഹി ഉറങ്ങിയില്ലായിരുന്നോ? എന്നെ വെറുതെ ചവിട്ടും കൊള്ളിച്ചിട്ട്. എന്ത് ഐഡിയ? ആ സമയത്തൊരു ചെറുപ്പക്കാരൻ വീട്ടിൽ കയറി ചെന്നാലല്ലേ പ്രശ്നമുള്ളൂ. കയറി ചെല്ലുന്നതൊരു ചെറുപ്പക്കാരനല്ലെങ്കിലോ? അല്ലെങ്കിലോ? ലോ ലോ താക്കോല അതെറിയിരുന്നു. സുന്ദരി നീയും സുന്ദര ഞാനും ചേർന്നിരുന്നാൽ കല്യാണം. അടി. നീ കുറച്ച് ഓവറാ കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മൂക്കറ്റം വലിച്ചു കയറ്റരുതെന്ന്. അതിപ്പോ പാതിരാത്രി ഇങ്ങനെ ഒരു ആവശ്യം വരുമെന്ന് ഞാൻ അറിഞ്ഞു. എടാ, ഒരു കാമുകനും യുദ്ധമുഖത്തുള്ള പട്ടാൾക്കാരനും ഒരുപോലെയാണ്. എപ്പോഴും എന്തിനും തയ്യാറായി നിൽക്കണം. അല്ല ആശാനെ, ഇവിടെ പശുവൊന്നുമില്ലല്ലോ. അതെന്തിനാണ് അറിയുന്നേ? ഉണ്ടെങ്കിലേ അതിന്റെ കാടി വെള്ളത്തിൽ നിന്ന് ഏട്ടത്തേമ്മ പിണ്ണാക്കും പഴകിയ ബോണ്ടൊക്കെ പറക്കി എടുത്തോണ്ടിങ്ങ് വരും. അത്രയ്ക്ക് കൂറകളായിട്ടാ ആശാൻ ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. പതുക്കെ സമാധാനായിട്ട് കഴിച്ചാ മതി, തിരക്കൊന്നുമില്ല. ശരി ഏട്ടത്തിയമ്മ. എന്താ? ഞങ്ങള് പാവങ്ങളല്ലേ കുഞ്ഞ്. എവിടെന്നേലും എന്റെ എരന്ന് വാങ്ങി കുടിച്ച ഞങ്ങള് പിഴച്ചു പോകുന്നതേ. പ്രായത്തിൽ താഴ്ന്നവരെ ഞാൻ അമ്മാനേ വിളിക്കൂ. ഇവൻ ഏട്ടത്തി അമ്മയെന്നു. ഇവൻ കുഞ്ഞായിരിക്കുമ്പോഴേ അച്ഛനമ്മയും മരിച്ചു പോയതാ. പിന്നെ ഏട്ടത്തി അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയുടെ സ്ഥാനത്ത്. അയ്യോ, ആ ഏട്ടത്തി അമ്മ ഇവന്റെ കൺമുമ്പിൽ വെച്ച് വണ്ടി ഇടിച്ചു മരിച്ചു. ടിപ്പർ. മതി മതി. അങ്ങനെയായി ഇവ അനാഥനായത്. കുറെ കാലം പ്രാന്താശുപത്രിയിലായിരുന്നു. ഇപ്പോഴും തീർത്തും മാറിയിട്ടില്ല. അതുകൊണ്ട് ഇവ പറയണതൊന്നും കുഞ്ഞു കാര്യമായിട്ട് എടുക്കണ്ട. അയ്യോ പാവം.
അച്ചാറുണ്ടോ ഇവിടെ? അച്ചാർ എന്തച്ചാറാ വേണ്ടേ? കടുമാങ്ങിയ ബെസ്റ്റ്, സാധാ മാങ്ങയും ചലേക. ശരി, നോക്കട്ടെ. ഒറ്റയിടിയെന്നോടല്ലോ താനും കിട്ടിയ പശുവിന്റെ പല്ലെണ്ണി നോക്കാൻ പറ്റില്ല, മനസ്സിലായ? അതിനാശ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ ഇവിടെ പശു ഒന്നുമില്ലെന്ന്. പിന്നെ ഇങ്ങനെ ദാനം തരാനാ നിനക്ക്? അളി അതിന് നോക്ക്. അല്ല ഇതെന്താ ഇന്ന് ഇവിടെ എല്ലാരും ഉപവാസമാണോ? ആ ജോലിക്കാരിയും വന്നിട്ടില്ല ഇതുവരെ. അല്ല ചേച്ചി എവിടെ? അമ്മ പനി പിടിച്ച് കിടക്കുവാ. പനിയോ? ഇന്നലെ രാത്രി ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അതെങ്ങനെ അളിയ അറിയാനാ? അളിയനെ പുറത്താക്കി ചേച്ചി ബെഡ്റൂം അടച്ചിട്ട് നാളെ കുറെ ആയില്ലേ? ശവത്തി കുത്താതടാ. വാ നോക്ക എന്താന്ന്. എന്ത് പറ്റി രാജേശ്വരി? നല്ല പനിയും കിടകിടപ്പോ, എണീക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ചൂടൊന്നും തോന്നുന്നില്ലല്ലോ. ഉള്ളിലെ പനിയാ, ശരീരം അനക്കാൻ വയ്യ. ദേഹം ആസകലം ഇടിച്ചു നുറുക്കിയ പോലെ വേദനയാ. എന്നാ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാൻ ചേച്ചി. ഞാൻ ടാബ്ലറ്റ് കഴിച്ചു, ഇതുടനെ മാറിക്കോളും. എന്നാലും വേണ്ടാന്ന് പറഞ്ഞില്ലേ? പനിയാന്ന് പറഞ്ഞിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. കറക്റ്റ്. അളിയും വാ, ചേച്ചി റെസ്റ്റ് എടുക്കട്ടെ. തുറന്ന് നോക്കളിയാ. നോക്ക്. എന്താളിയാ ഏള് കുത്തിയാ? ചിക്കന്റെ കൊതിയൂറുന്ന വിഭവങ്ങളുമായി പുതിയ ഷോപ്പ് വരുന്നു. തുറന്നപ്പോഴേ കണ്ടതാ. അതാ ഈ പത്രത്തിന്റെ ഒരു കുഴപ്പം. ചിലപ്പോ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ മാത്രമേ അതിലുണ്ടാവൂ. അല്ലടിയാ, നമുക്ക് ആ വഴി ഒന്ന് ആലോചിച്ചാലോ? ഏത് വഴി? നമുക്ക് പുറത്തു പോയി ഫുഡ് അടിച്ചിട്ട് വരുന്ന വഴിയുടെ കാര്യം. എടാ, അതിന് എന്റെ പോക്കറ്റില് ആകെ ഉള്ളത് 500ന്റെ ഒരൊറ്റ നോട്ടാ. അതെടുത്താലേ വൈകിട്ടത്തെ വെള്ളം കൂടി മുട്ടില്ലേ? അത് മുട്ടിക്കണ്ട. വെള്ളം മനുഷ്യ ശരീരത്തിന് അത്യാവശ്യമാ. നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കണ്ടേ? അല്ല, നിന്റെ കയ്യിലോ? എന്റെ കാര്യം അളിയനറിയാലോ. കാലി പോക്കറ്റാ. ദരിദ്രവാസി. ഇപ്പോഴല്ലേ രാജേശ്വരി രാജേശ്വരി ആയത്. ദാ കിടക്കുന്നു നിന്റെ ശാരദമ്മയുടെ ചൂട് പാലപ്പവും മുട്ട റോസ്റ്റും നൂൽപൊട്ടും ഒക്കെ. പോയി ചെന്നെടുക്ക്, നാണം കെട്ടവന്മാര്. അമ്മ പറഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞിട്ട് തന്നെയാടാ. അതിന് പിന്നിലെ രാജേശ്വരിക്ക് കൃത്യമായൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ഇവിടെ വാടാ. ഇപ്പൊ പറയണം നീ, അവളുടെ കടയിൽ ചെന്നപ്പോ മുതലുണ്ടായ ഓരോ സംഭവവും വള്ളി പുള്ളി വിടാതെ. പറയടാ, പറയാൻ. അമ്മേ, അമ്മയ്ക്ക് തീർച്ചയാണോ അനൂപിനെ അവര് പറഞ്ഞു വിട്ടതാണെന്ന് ആ രാജേശ്വരി? തീർച്ചയാ. 4 പേർക്കുള്ള പാഴ്സൽ അത് അവർക്കുള്ളതാ. രാജേശ്വരി, നിന്റെ അച്ഛനും ബാലേന്ദ്രനും പിന്നെ അനൂപിനും. പക്ഷേ ഇപ്പൊ ഈ പെട്ടെന്ന് ഇതിനു മുൻപ് അവരിവിടെ നിന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ. അനൂപ് ഇവിടെ വരരുതെന്ന് പോലും അവര് വിലക്കിയിരുന്നതല്ലേ? അതാ മോളെ എനിക്ക് മനസ്സിലാവാത്തത്. എനിക്കൊരു സംശയമുണ്ട്.
നമ്മുടെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു പോയ കാര്യം അവരറിഞ്ഞു കാണുമോ? അയ്യോ, 10 ലക്ഷം രൂപ കയ്യിൽ നിന്ന് പോയിട്ട് നമ്മുടെ അവസ്ഥ എന്താണെന്നറിയാൻ പറഞ്ഞു വിട്ടതാണെങ്കിലോ അനൂപിനെ. അമ്മയ്ക്ക് എന്താ തോന്നുന്നേ? നീ പറഞ്ഞു കേട്ടപ്പോ എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ട്. ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ സന്തോഷം അഭിനയിച്ച ഞാൻ അവന്റെ മുന്നിൽ പെരുമാറിയത്. പക്ഷേ അവർക്ക് സംശയത്തിനുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടായോ അമ്മേ? എനിക്കറിയില്ല മോളെ, എനിക്കൊന്നും അറിയില്ല. എല്ലാം ഇനി ഭഗവതിയുടെ കയ്യില. ദേവി, എന്താണ് ഈ കാണിച്ചത്? കാണിച്ചില്ല, കാണിക്കാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഇത് പൊള്ളും. അതെ, പൊള്ളും. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദ്രാവകമല്ലേ, ആദ്യം തന്നെ കത്തി തീരാൻ നിനക്ക്. വേണ്ട. അല്ലല്ലോ, മുമ്പത്തെ വീരൊന്നും കാണാനില്ലല്ലോ. കൊച്ചച്ചൻ പോലീസുമായിട്ടുള്ള ബന്ധത്വവും ആണായതിന്റെ വീര്യമൊന്നും. അത് ഞാൻ. ആണിനെന്താടെ കൊമ്പുണ്ടോ? പെണ്ണായി പിറന്ന നീയൊക്കെ കാണിക്കുന്ന എന്ത് തെമ്മാടുത്തവും കണ്ട് കേട്ട് സഹിച്ച് ജീവിക്കണമെന്നാണോ? നീ ഇറങ്ങിപ്പോന്ന വീട്ടിലും ഉണ്ടല്ലോ കുറഞ്ഞ പക്ഷം നിന്നെ പെറ്റ അമ്മയെങ്കിലും. അവരൊക്കെ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നോണ്ടാ നീയൊക്കെ ഇത്രയും വളർന്ന് പന്തലിച്ചത്. ഏതായാലും അതൊക്കെ നിന്റെ വീട്ടില് മതി, ഇവിടെ വേണ്ട. ഇറങ്ങി വെളിയില്, ഇറങ്ങണം ഇങ്ങോട്ട്. ഇറങ്ങോട്ട്. നിനക്കെന്റെ മക്കളുടെ പ്രായമുള്ളൂ, അതുകൊണ്ട് വെറുതെ വിടുന്നു. പോടാ ഇവിടുന്ന്, പോകാൻ.